ലാസ്റ്റ് വേർഡിന് വേണ്ടിയിട്ട് നമ്മൾ പലതരം ചിന്തകൾ പങ്കുവച്ചു, ആശങ്കകൾ പങ്കുവച്ചു, നാളെ എങ്ങോട്ട് എന്നാലോചിച്ചു. ശ്രീപത്മനാഭൻ, അല്പം മുമ്പ് നാം സ്ക്രീനിൽ കണ്ട വീഡിയോ എന്ന് പറയുന്നത് മുസഫറാബാദിൽ നിന്നുള്ളതാണ്. യാക്കൂബ് മുഗൾ എന്ന് പറയുന്ന തീവ്രവാദി കൊല്ലപ്പെട്ടു. ആ കബറടക്ക ചടങ്ങിൽ വന്ന് നിരന്നു നിൽക്കുന്നത് ISI ഓഫീസേഴ്സും പോലീസ് ഓഫീസേഴ്സുമാണ്. മറ്റൊരു ദൃശ്യം പുറത്തു വന്നത് കൃത്യമായി എണ്ണി പറഞ്ഞിട്ടുണ്ട്. പാകിസ്ഥാൻ പോലും നിഷേധിച്ചിട്ടില്ല എവിടെയൊക്കെയാണ് സ്ട്രൈക്ക് ചെയ്തതെന്ന്. ടെറർ ക്യാമ്പുകളിൽ മാത്രം. അവിടെ പരിക്കേറ്റവരെ അനുകമ്പയോടുകൂടി സന്ദർശിക്കുന്ന യൂണിഫോം ഇട്ട പാക് ഓഫീസർമാർ. ഇവരിൽ നിന്ന് ഇവരെന്ത് പാഠം പഠിക്കുമെന്നാണ് നാം പ്രതീക്ഷിക്കേണ്ടത്? ശ്രീപത്മനാഭൻ, പാകിസ്ഥാൻ ഒരിക്കലും നന്നാവാൻ പോകുന്നില്ല. കാരണം എന്നെ തല്ലണ്ട അമ്മാമ്മ, ഞാൻ നന്നാവൂല എന്ന സിദ്ധാന്തക്കാരൻ. നമ്മൾ അവരെ ഈ പറഞ്ഞ പോലെ ദുർബലപ്പെടുത്താനുള്ള ശ്രമം തുടർന്നുകൊണ്ടിരിക്കണം. പാകിസ്ഥാനെ 2 or 3 കഷ്ടമാക്കാൻ പറ്റുമെങ്കിൽ അത് ചെയ്യണം. അതോടൊപ്പം നമ്മളുടെ ആഭ്യന്തര സുരക്ഷയിലും നമ്മളുടെ അതിർത്തി സംരക്ഷണത്തിലും 0 ടോളറൻസ് എന്ന സിദ്ധാന്തം നടപ്പിലാക്കണം. ഇന്ത്യ ഒരു ടഫ് സ്റ്റേറ്റ് ആയിരിക്കണം. എന്ന് വെച്ചാൽ നമ്മളുടെ ആഭ്യന്തര സുരക്ഷയുടെ കാര്യത്തിലും നമ്മളുടെ അതിർത്തി സംരക്ഷണ കാര്യത്തിലും ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാവാത്ത, ഒരു കണ്ണിൽ ചോരയില്ലാത്ത രീതിയിൽ ആ വക കാര്യങ്ങളിൽ കർശനമായി പെരുമാറുന്ന ഒരു രാജ്യമായിരിക്കും. അങ്ങനെ നിന്നാൽ മാത്രമേ ഈ 3-4 രാജ്യങ്ങളുടെ നടുവിൽ നമുക്ക് സമാധാനത്തോടെ ജീവിക്കാൻ പറ്റും. മഹാത്മാഗാന്ധിയുടെ അഹിംസ അത് തീവ്രവാദികളോടും രാജ്യവിരുദ്ധരോടും ഉള്ള നയമല്ല. മഹാത്മാഗാന്ധിജി തന്നെ അത് അങ്ങനെയല്ല പറഞ്ഞത്. അതുകൊണ്ട് അഹിംസ എന്നത് പറയുന്നത് ഭാരതത്തിന്റെ സിദ്ധാന്തമാണ്. പക്ഷെ അത് ആരോടാണ്? അത് ഈ രാജ്യത്തെ പൊതുസമൂഹത്തോടുള്ള സിദ്ധാന്തമാണ്. പക്ഷേ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്നവരോട് കണ്ണിൽ ചോരയില്ലാത്ത നിലപാട് സ്വീകരിച്ചാൽ മാത്രമേ ഇന്നത്തെ ലോകത്ത്, പ്രത്യേകിച്ച് നമ്മുടെ ഈ അയൽവാസികളുടെ ഇടയിൽ, നമുക്ക് സധൈര്യം മുന്നോട്ട് പോകാൻ. സമയക്കുറവ് മൂലം ഞാൻ ഇടപെടുകയാണ്. 30 സെക്കൻഡ്സ്. ഗോപകുമാർ സാർ. തീർച്ചയായിട്ടും നമ്മൾ ജാഗ്രതയോടെ നിൽക്കുക, നമ്മുടെ ദേശസുരക്ഷയ്ക്ക് വലിയ പ്രാധാന്യം കൊടുക്കുക, നമ്മൾ ഏത് അടിയന്തര ഘട്ടങ്ങളെയും നേരിടാനുള്ള ധൈര്യം ജനങ്ങൾക്കുണ്ടാക്കി കൊടുക്കുക, പൊതുസമൂഹത്തെ പൂർണ്ണ വിശ്വാസത്തിലെടുക്കുക. കാരണം ഇനി അങ്ങോട്ട് പോകുന്ന ദിവസങ്ങൾ വളരെ വെല്ലുവിളി നിറഞ്ഞതാണ്. അതിനുള്ള എല്ലാ ജാഗ്രതയും രാജ്യവും ജനങ്ങളും പൊതുസമൂഹവും തയ്യാറാവുക. അതാണ് ഈ സമയത്ത് വേണ്ടത്. ബ്രിഗേഡിയർ ബാലൻ. ഇന്നുള്ള നമ്മുടെ നേട്ടങ്ങൾ ശ്ലാഘനീയമാണ്. അതിൽ നമ്മൾ ഉറച്ച് വിശ്വസിക്കണം. അതിന് തെളിവുകളൊന്നും ചോദിക്കരുത്. മാത്രമല്ല, ഇനിയും നമ്മൾ വീണ്ടും പ്രഹരിക്കേണ്ടിയിരിക്കുന്നു. സുരക്ഷാബോധം കൂടുതൽ പൗരന്മാരുടെയിലേക്ക് കൊണ്ടുവരേണ്ടിയിരിക്കുന്നു. എല്ലാവരും ജാഗരൂകരായിരിക്കണം. ഇന്ന് പഹൽഗാമാണെങ്കിൽ നാളെ വേറൊരു സ്ഥലത്തായിരിക്കും വരുന്നത്. അത്രമാത്രം എനിക്ക് പറയാനുള്ളൂ. 2001 മുതൽ 10 വർഷക്കാലം അഫ്ഗാനിസ്ഥാനില് നാറ്റോ സഖ്യത്തിലും അമേരിക്കയ്ക്കും ഒപ്പം ചേർന്നുകൊണ്ട് ഒസാമ ബിൻ ലാഡൻ തെരഞ്ഞു നടന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ. അങ്ങനെ തെരഞ്ഞു 2011 പാകിസ്ഥാനിൽ നിന്ന് തന്നെ ഒസാമ ബിൻ ലാഡനെ പിടിക്കുന്നു എന്നുള്ളതൊക്കെയാണ് പാകിസ്ഥാൻ എന്ന രാജ്യത്തിന്റെ ഹ്യൂപ്രസി ലോകം തിരിച്ചറിയുന്നത്. ഇന്ത്യ വളരെ മുമ്പ് തന്നെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ലോകത്തിന് തിരിച്ചറിയാൻ സാധിച്ചത് ആ സമയത്താണ്. അതുകൊണ്ട് കൂടി തന്നെയാണ് ഇപ്പോൾ ലോകം ഇന്ത്യക്കൊപ്പം